കേരളത്തിൻ്റെ ഹൃദയഭൂമിയായ കോട്ടയം അക്ഷരങ്ങളുടെ അഭിമാനവും വിശ്വാസത്തിൻ്റെ ഉറച്ച മതിലും പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യവും ചേർന്ന് നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. കിഴക്കോട്ട് മലനിരകളുടെ നീലവിരിപ്പും പടിഞ്ഞാറോട്ട് വേമ്പനാടിൻ്റെ തിരമാലകളുടെ സംഗീതവും നടുവിൽ കുട്ടനാടിൻ്റെ വിശാല നെൽപ്പാടങ്ങളും ഈ ഭൂമിയെ അലങ്കരിക്കുന്നു. ഈ സമന്വയമാണ് കോട്ടയത്തെ ലോകം അക്ഷരങ്ങളുടെ നഗരം, റബ്ബറിന്റെ തലസ്ഥാനം, തടാകങ്ങളുടെ സ്വപ്നഭൂമി എന്ന് വിശേഷിപ്പിക്കാൻ ഇടവരുത്തിയത്. എന്നാൽ പ്രകൃതിയുടെയും പൈതൃകത്തിന്റെയും ഭംഗി മാത്രമല്ല ഈ നാടിന്റെ മഹത്വം. ദൈവം തന്റെ സഭയ്ക്കായി മഹാനായ ഇടയനെ ഉയർത്തുവാൻ തിരഞ്ഞെടുത്ത അഞ്ചേരി എന്ന ഗ്രാമം ഇവിടെ തന്നെയുണ്ട്. 1949 സെപ്റ്റംബർ 8 വിശ്വാസത്തിന്റെ ജ്വാല പാരമ്പര്യമായി സൂക്ഷിച്ചിരുന്ന അഞ്ചേരി ക്രിസ്റ്റോസ് പാരിഷ് എലക്കാട്ട് കടുപ്പിൽ EV ജേക്കബ്, മാങ്ങാനം ചെമ്മരപ്പള്ളിയിൽ സാറാമ്മ ദമ്പതികളുടെ ദൈവഭക്തിയുള്ള ഭവനത്തിൽ ദൈവത്തിന്റെ അമൂല്യവരമായി ജോസഫ് ജേക്കബ് ജനിച്ചു. ഏരിക്കാടിൽ പ്രാഥമിക വിദ്യാഭ്യാസവും പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ ജോസഫ് ജേക്കബ് കോട്ടയത്തിന്റെ അഭിമാനമായ ബെസേലിയോസിലും CMS കോളേജിലും പഠനം നടത്തി. തുടർന്ന് കൊൽക്കത്തയിലെ ബിഷപ്സ് കോളേജിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഗൗരവവും സഭാചരിത്രത്തിന്റെ ആഴവും ആരാധനയുടെ ഭംഗിയും ചേർന്ന് ഒരു ആത്മീയ നേതാവിന്റെ അടിത്തറ ഉറപ്പിച്ചു. 1976 മെയ് മാസം 29 ഷെമാഷനായി, ജൂൺ 12 കശീശയായും സഭയ്ക്ക് തന്റെ മുഴുവൻ ജീവിതം സമർപ്പിച്ച അദ്ദേഹം വിശ്വാസികളുടെ ഇടയനായി മാറി. വചനത്തിന്റെ ആഴം, പ്രാർത്ഥനയുടെ കരുത്ത്, ജീവിതത്തിലെ ലാളിത്യം ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ മുദ്രയായി. 1993 ഒക്ടോബർ 2 ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പയായി സ്ഥാനാരോഹണം ഏറ്റുവാങ്ങി. സഭയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം തുറന്നു. തിരുമേനി സഭയുടെ ചെങ്ങന്നൂർ, മലബാർ, ഡൽഹി, മുംബൈ, റാന്നി, നിലയ്ക്കൽ എന്നീ ഭദ്രാസനങ്ങളിലും വിവിധ പ്രസ്ഥാനങ്ങളിലും ആത്മീയവും ഭരണപരമായ നേതൃത്വത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും പുതുകരുത്തും ദിശയും നൽകി. ഇപ്പോൾ റാന്നി, നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ അധിപനായി മുന്നോട്ടുള്ള ഭദ്രാസനത്തിന്റെ യാത്രയ്ക്ക് പുതിയ കരുത്ത് നൽകുന്നു. 2021 ജൂലൈ 18 സഫ്രഗൻ മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ട അദ്ദേഹം സഭയുടെ വിശ്വാസയാത്ര ദർശനത്തോടും ദൗത്യത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോയി. സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും അനവധി സംഭാവനകൾ അദ്ദേഹം നൽകി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആദിവാസി ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളും, ചിറക്, സാന്ത്വനം, ശാന്തിഭവൻ, തീർത്ഥം തുടങ്ങിയ സാമൂഹ്യ പദ്ധതികളും അദ്ദേഹത്തിന്റെ കരുണാപ്രവർത്തനങ്ങളുടെ തെളിവുകളാണ്. തിരുനിവാസം എത്ര മനോഹരം, അറ്റ് ദ ഫാദേഴ്സ് ഫീറ്റ്, റൂട്ട്സ് ആൻഡ് വിങ്സ് ഓഫ് അവർ ലിറ്റർജി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ വിശ്വാസികളെ ആത്മീയ ആഴത്തിലേക്കും ഉയരത്തിലേക്കും അദ്ദേഹം കൈപിടിച്ചുയർത്തി. 2022 ചെന്നൈ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി. 75ാം ജന്മദിനത്തിൽ റാന്നി, നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക ദൗത്യമായി കനവ് പാർപ്പിട പദ്ധതി ഉയർത്തപ്പെട്ടു. ടാർപോളിൻ കീഴിൽ ജീവിച്ച ഗോത്ര കുടുംബങ്ങൾക്ക് വീടുകൾ നൽകാൻ. പിന്നീട് വത്തിക്കാനിൽ ഫ്രാൻസിസ് പോപ്പ് മുമ്പിൽ സഭയുടെ സ്നേഹസാക്ഷ്യം പങ്കുവച്ചപ്പോൾ കനവ് വീടുകളെ പോലെ ലോകസഭയുടെ ഏകതയുടെ വീട് മനുഷ്യഹൃദയങ്ങളിൽ ഉയർന്നു വരണമെന്ന ദർശനം തെളിഞ്ഞു. 50 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയും 32 വർഷത്തെ ബിഷപ്പ് സേവനവും പിന്നിട്ട് അദ്ദേഹം ആത്മാർത്ഥ ഇടയനും സത്യസന്ധ നേതാവുമായി തീർന്നു. ചരിത്രത്തിൽ അനശ്വര മുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ സംഭാവനകൾ സാമൂഹിക സാംസ്കാരിക രംഗത്തും സഭയിലും ക്രിസ്ത്യൻ സമൂഹത്തിലും മറ്റ് സമൂഹത്തിലും തലമുറകൾക്കുള്ള പ്രചോദനമായി. വിശ്വാസത്തിൽ ഉറച്ച ഇടയനായി, ജനങ്ങളുടെ കണ്ണുനീർ തുടച്ച് കരുതലോടെ കൈപിടിച്ചുയർത്തിയ ഗുരുവായി, സഭ ഏറ്റുവാങ്ങിയ അപൂർവ ദാനമായി അദ്ദേഹം നിലകൊള്ളുന്നു. മഹത്തായ സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലിത്തയായി ഉയർന്നത് ദൈവകൃപയുടെ അത്ഭുതമെന്നതും മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ വിനയത്തോടെ ജീവിക്കുന്നതിലാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം തെളിവായി നിലകൊള്ളുന്നു. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ ആരോഗ്യത്തോടെയും അനുഗ്രഹപൂർണമായും സേവനം തുടരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.